2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തുമ്പോൾ UDF മുന്നണി ആദ്യമായി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടികളുടെ ഭാഗമാണ്. അതായത് 5ഓളം ഗ്യാരണ്ടികൾ നടപ്പിലാക്കും. അതായത് കൃത്യമായി പറഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ പറയുന്ന 5 ഗ്യാരണ്ടി വ്യക്തമായി നടപ്പിലാക്കുമെന്നുള്ളതാണ് അവർ ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന പ്രഖ്യാപനം. വോട്ടെടുപ്പിൽ UDFനാകട്ടെ മിന്നുന്ന വിജയമാണ് കിട്ടിയത്. അതുകൂടാതെ 102 സീറ്റിൻ്റെ ഉന്നത വിജയം നേടി അധികാരത്തിലെത്തിയതോടെ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തങ്ങളുടെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി യാഥാർത്ഥ്യമാക്കാൻ കളത്തിലിറങ്ങി. 2026 ജൂൺ 11 സംസ്ഥാന ഗതാഗത വകുപ്പ് ഇത് സംബന്ധിച്ച അതിനിർണായകമായ ഉത്തരവും പുറപ്പെടുവിച്ചു. തുടർന്ന് ജൂൺ 15 വൻ ആഘോഷത്തോടെ തിരുവനന്തപുരത്തെ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ വെച്ച് മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണമായും വനിതാ ജീവനക്കാരെ അണിനിരത്തി ഉദ്ഘാടന ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ UDF ക്യാമ്പുകൾ ഒന്നടങ്കം വലിയ ആവേശത്തിലുമായി. ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളാണ് പദ്ധതി നടപ്പിലാക്കിയത്. യാതൊരുവിധ മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷനോ മാനദണ്ഡങ്ങളോ ഇല്ലാതെ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി 0 തുകയുടെ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര ചെയ്യാം എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെന്നോ മുന്നോക്കം നിൽക്കുന്നവരെന്നോ അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് പണമുള്ളവരോ പണമില്ലാത്തവരോ അങ്ങനെയുള്ള യാതൊരു വേർതിരിവുമില്ലാതെ യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ സാർവത്രികമായി എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിമിഷം മുതൽ പ്രതിപക്ഷവും എതിരാളികളും വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനും സർക്കാരിനെതിരെ നിലയുറപ്പിക്കാനും തുടങ്ങിയിരുന്നു. പ്രധാന പ്രതിപക്ഷമായ CPM ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ കടുത്ത പ്രതിഷേധം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനം മുടക്കിയ UDF അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതിയെ വെറും ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി വെട്ടിച്ചുരുക്കി ജനങ്ങളെ കബളിപ്പിച്ചു എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം. എന്നാൽ ഈ ആരോപണം വലിയ തിരിച്ചടി CPMന് ലഭിക്കുന്നു എന്ന് കണ്ടതോടുകൂടി ഇവർ നൈസായി പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതുകൂടാതെ പിന്നീട് ഇവരുടെ പ്രതിഷേധവും അലറലും ഈ മുറവിളിയും എല്ലാം ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായിരുന്നു. അതിവേഗ ബസ്സുകളുടെയോ മറ്റ് ദീർഘദൂര സർവീസുകളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരുന്നത് സാധാരണക്കാരോട് കാട്ടിയ വലിയ വഞ്ചനയാണെന്ന് പ്രതിപക്ഷ നേതാക്കളടക്കം തെരുവിലിറങ്ങി വിളിച്ചോന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പുറമെ പ്രതിമാസം 60 മുതൽ 70 കോടി രൂപ വരെയും പ്രതിവർഷം 800 കോടി രൂപയോളം വരെയും അധിക സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന ഈ പദ്ധതി നിലവിൽ തന്നെ കടുത്ത കണക്കടിയിലായി KSRTCയെ പൂർണ്ണമായി തകർക്കുമെന്നും സർക്കാർ ബജറ്റിൽ നിന്ന് കൃത്യമായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ ആനമണ്ടിയുടെ ചക്രം പൂർണ്ണമായി നിലച്ചു പോകുമെന്നും എതിരാളികൾ ശക്തമായി വാദിച്ചു. ഇതിൽ 2 ഭാഗം കൂടി പറയാനുണ്ട്. ഒന്ന് CAT വിഭാഗത്തിൻ്റെതും മറ്റൊന്ന് CPMന്റെ നിലപാടും. അതൊപ്പം തന്നെ DYFയുടെ നിലപാട് കൂടി പറയേണ്ടിരിക്കുന്നു. ഒപ്പം SFIയുടേതും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് ആദ്യം CAT പറഞ്ഞത് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയാൽ അത് KSRTCയെ മുച്ചൂടും മുടിക്കുമെന്നുള്ളതാണ്. എന്നാൽ CPM പറഞ്ഞത് പ്രിയദർശിനി പദ്ധതി ഈ പറഞ്ഞ ഓർഡിനറി മാത്രമല്ല എല്ലാ ബസ്സുകളിലും നടപ്പിലാക്കണമെന്നാണ്. അപ്പോൾ തന്നെ ആലോചിക്കണം, നമ്മുടെ CATന്റെ നിലപാടെന്ന് പറയുന്നത് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ നടപ്പിലാക്കിയാൽ KSRTC തകർന്നു പോകുമെന്നുള്ളതാണ്. CPM പറയുന്നതാകട്ടെ ഇവിടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം പോരാ, പകരം സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റിലും സിറ്റി ഫാസ്റ്റിലും എല്ലാത്തിലും അനുമതി കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്നുള്ളതാണ്. ഇനി SFIയും DYFയും ആയിക്കോട്ടെ, അവർ പറയുന്നതും ഇതേ നിലപാടാണ്. ഇങ്ങനെ എല്ലാ ബസ്സുകളിലും എല്ലാവർക്കും സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്ന്. അങ്ങനെ ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മറ്റ് ആനുബന്ധിക സംഘടനകളെല്ലാം പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. ഒടുവിൽ നാട്ടുകാർ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുമെന്ന് കണ്ടപ്പോൾ CPM നൈസായി പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ചർച്ചകളും വിരോധങ്ങളും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും അടക്കമുള്ളവ സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. സർക്കാരിൻ്റെ ഈ ജനപ്രിയ അജണ്ട കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു കണ്ണുകെട്ട വിദ്യ മാത്രമാണെന്നാണ് അവർ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്നാലെ പദ്ധതികൾ നിയമപരമായ തടസ്സങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പുരുഷന്മാരിൽ നിന്നും പൂർണ്ണ ടിക്കറ്റ് നിരക്ക് ഈടാക്കുമ്പോൾ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീകൾക്ക് പോലും പൂർണ്ണമായി സൗജന്യ യാത്ര അനുവദിക്കുന്നത് ഭരണഘടനയുടെ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയും എത്തി. എന്നാൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നും പദ്ധതി ഭരണഘടനാ വിരുദ്ധമല്ലെന്നും വ്യക്തമാക്കി കോടതി ആ ഹർജി തള്ളിക്കളഞ്ഞ സാഹചര്യമാണ്. ഇതൊന്നും കൂടാതെ ഒരു നല്ല പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് ഇടങ്കോലിടാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്
ഭരണപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ഊർജ്ജമായി മാറുകയും ചെയ്തു. എതിരാളികളുടെ ഇത്തരം ആരോപണങ്ങളെയും പ്രചരണങ്ങളെയും നിയമ നടപടികളെയും വരെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ, പദ്ധതി ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. പദ്ധതി ആരംഭിച്ച ആദ്യ മാസങ്ങൾ തന്നെ 3.81 കോടി സൗജന്യ യാത്രകൾ രേഖപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ഗതാഗത വകുപ്പ് പുറത്തുവിടുകയും ചെയ്തു. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ അനുപാതം 50.9% നിന്നും ഒറ്റയടിക്ക് 66% ഉയർന്നുവെന്നും ഇത് കേരളത്തിലെ സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനും തൊഴിൽ പങ്കാളിത്തത്തിനും ഉണ്ടാക്കിയ വിപ്ലവാത്മകമായ മാറ്റമാണെന്നും ഭരിക്കുന്ന മുന്നണി ആത്മാഭിമാനത്തോടെ ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരങ്ങളിലേക്ക് ജോലിക്കായി പോകുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര വലിയ രീതിയിലുള്ള സാമ്പത്തിക ആശ്വാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ പ്രതിസന്ധി അവിടം കൊണ്ടും തീർന്നിരുന്നില്ല. KSRTCയിലുണ്ടായ വൻ ജനത്തിരക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയെ അക്ഷരാർത്ഥത്തിൽ തകിടം മറിച്ചു. KSRTC ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമായതോടെ ദിവസേന പണം കൊടുത്ത് യാത്ര ചെയ്തിരുന്ന പ്രൈവറ്റ് ബസ് യാത്രക്കാരെ സ്ത്രീകൾക്ക് കൂട്ടത്തോടെ ആനവണ്ടിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. ഇത് ദിനം പ്രതി വലിയ വരുമാനം പ്രതീക്ഷിച്ചിരുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് സഹിക്കാവുന്നതിലും വലിയ പ്രഹരമായി മാറുകയും ചെയ്തു. ഡീസൽ അടിക്കാനും ജീവനക്കാർക്ക് ബാറ്റ് നൽകാനും ഇൻഷുറൻസ് തുക അടയ്ക്കാനും പോലും പണമില്ലാതെ വന്നതോടെ സ്വകാര്യ ബസ് സർവീസുകൾ കടുത്ത സാമ്പത്തിക നഷ്ടത്തിലാവുകയും ചെയ്തു. ഇതിന്റെ ഭയാനകമായ ആഘാതമായി 750-ലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായത്. ആയിരക്കണക്കിന് മോട്ടോർ തൊഴിലാളികളുടെയും ബസ് ജീവനക്കാരുടെയും കുടുംബങ്ങളുടെയും കഞ്ഞിയിൽ മണ്ണൊലിക്കുന്ന അല്ലെങ്കിൽ മണ്ണ് വാരിയിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. സർവീസുകൾ നിന്നുപോയതോടെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും അടക്കമുള്ള സാധാരണ തൊഴിലാളികൾ തൊഴിൽ രഹിതരായി മാറുന്ന സാഹചര്യമുണ്ടായി. സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും സമരം പ്രഖ്യാപിക്കുകയും തങ്ങളുടെ നഷ്ടം പരിഹരിക്കാൻ ഉടൻ ഇടപെടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സർക്കാർ ഈ വിഷയം പഠിക്കാൻ ഒരു അന്വേഷണ സമിതിയെ വെച്ചെങ്കിലും സ്വകാര്യ ബസ് മേഖലയുടെ കണ്ണീരൊപ്പാൻ തക്ക തീരുമാനങ്ങളോ പ്രായോഗികമായ സഹായങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ ഘട്ടത്തിലാണ് UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെ ഏത് വിധേനയും തളയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന അതിശക്തമായ അടുത്ത നിയമ പോരാട്ടവുമായി രംഗത്തെത്തുന്നത്. തൃശൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും സംസ്ഥാന ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റുമായ ബിബിൻ ഡി ആലപ്പാട്ട് കേന്ദ്ര കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതായത് CCIയെ സമീപിച്ചു. KSRTCക്ക് മാത്രം നൽകാൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സൗജന്യ യാത്ര അനുവദിച്ച് സർവീസ് നടത്തുന്നത് വിപണിയിലെ തുല്യ മത്സര സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നുവെന്നും സ്വകാര്യ മേഖലയിലെ വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ നീക്കം സാമാന്യനീതിക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണെന്നും അദ്ദേഹം ഹർജിയിലൂടെ കൃത്യമായി വാദിച്ചു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് വഴിവിട്ട ആനുകൂല്യം നൽകുന്നത് സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യുമെന്നായിരുന്നു പ്രധാന വാദം. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഹർജി ഔദ്യോഗികമായി ഫയലിൽ സ്വീകരിച്ചു. CCI വിഷയം ഏറ്റെടുത്ത് അന്വേഷണ നടപടികളിലേക്ക് കടന്നതോടെ പ്രിയദർശിനി പദ്ധതിയുടെ നിയമപരമായ നിലനിൽപ്പ് തന്നെ വീണ്ടും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലും സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടാകുന്ന കടുത്ത തകർച്ചയും തൊഴിലില്ലായ്മയും ചൂണ്ടിക്കാട്ടി പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ തന്നെ റദ്ദാക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള വാർത്തകളും വിശകലനങ്ങളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വൻതോതിൽ പ്രചരിക്കാൻ തുടങ്ങി. നിയമപരമായ വലിയ തിരിച്ചടി സർക്കാർ നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷവും ആരോപിക്കാൻ തുടങ്ങുന്നുണ്ട്. ചുരുക്കത്തിൽ വമ്പൻ വിപ്ലവകരമായ പ്രഖ്യാപനമായി കളത്തിലിറങ്ങിയ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കയ്യടിയും പ്രശംസയും നേടിയ പ്രിയദർശിനി പദ്ധതി ഭരണപക്ഷത്തിന്റെ അഭിമാനസ്തംഭമായി ഇന്നും ഉയർന്നു നിൽക്കുമ്പോഴും അല്ലെ അഭിമാനമായ ഒരു കാര്യമായി ഇന്നും ഉയർന്നു നിൽക്കുമ്പോഴും കടക്കണിയിലായ KSRTCയുടെ സാമ്പത്തിക ബാധ്യത, പ്രതിപക്ഷത്തിന്റെ സദാസമയമുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ, പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയുടെ കടുത്ത പ്രതിഷേധങ്ങൾ, ഒടുവിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മുന്നിലെത്തിയിരിക്കുന്ന വിധി നിർണായകമായ നിയമ തടസ്സങ്ങൾ എന്നിവ കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന്റെ നടുവിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമോ അതോ നിയമ പ്രതിസന്ധികൾക്ക് മുന്നിൽ പദ്ധതി അടിയറവ് പറയേണ്ടി വരുമോ എന്ന് അറിയാനായി ഇനി കേരള സമൂഹം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആലോചിക്കണം, സ്ത്രീകൾ ഏറ്റവും സന്തോഷത്തോടെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചൊരു പദ്ധതി എങ്ങനെയും നിർത്തിക്കാനായി ഒരു ഭാഗം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.